നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബയേൺ മ്യൂണിക്കിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. സിറ്റിക്ക് വേണ്ടി അവരുടെ നോർവീജിയൻ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി കളിച്ചു. അതുപോലെ തന്നെ അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാഡോ സിൽവയും ഗോളും അസിസ്റ്റും സ്വന്തം പേരിലാക്കി. ശേഷിക്കുന്ന ഗോൾ റോഡ്രിയുടെ വകയായിരുന്നു. അതാവട്ടെ ഒരു കിടിലൻ ഗോളുമായിരുന്നു. എത്തിഹാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്ററിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡ്, ബെർണാഡോ സിൽവ, ജാക്ക് ഗ്രീലിഷ് എന്നിവരെയാണ് പെപ് ഗാർഡിയോള കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് സെർജി ഗ്നാബ്രി, ലിറോയ് സനെ, ജമാൽ മുസിയാല, കിങ്സ്ലി കോമൻ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ബയേണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിൽ ഇരു ടീമുകളും അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 27ാമത്തെ മിനിറ്റിലാണ് റോഡ്രിയുടെ തകർപ്പൻ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടാകവേ ബെർണാഡോ സിൽവ 70ാമത്തെ മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് 76ാമത്തെ മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡ് തന്നെ ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. ബയേണിൻ്റെ ഗോൾ കീപ്പർ യാൻ സോമറുടെ കിടിലൻ സേവുകളിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ കണക്കുകൾ ഇനിയും മാറിയേനെ. അതേസമയം ബയേൺ വളരെ മോശമായൊരു പെർഫോമൻസ് ഒന്നുമല്ല നടത്തിയിട്ടുള്ളത്. ഈ ഒരു സ്കോർ ലൈൻ കാണിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. തോമസ് ടൂഷലും അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു 70 മിനിറ്റ് വരെയൊക്കെ തൻ്റെ ടീം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഈ റിസൾട്ട് നോക്കേണ്ടതില്ല, അത് തങ്ങളുടെ പ്രകടനം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ടൂഷലിൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിൻ്റെ രണ്ടാം ലെഗ് മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിപ്പാണ്. മ്യൂണിക്കിൽ പോയി സിറ്റി ഏത് തരത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും പുറത്തെടുക്കുക. പെപ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മ്യൂണിക്കിനെ കുറിച്ച് തനിക്കറിയാം, ഇനിയും ഒരു കിടിലൻ കോമ്പറ്റീറ്റീവ് മത്സരം ബാക്കിയുണ്ട്, ഈ ഒരു ടൈയുടെ റിസൾട്ട് വരാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.